കോൺഗ്രസ്, ഇന്ദിരാഗാന്ധി കോൺഗ്രസും രാജീവ് ഗാന്ധി കോൺഗ്രസും വ്യക്തമായിട്ട് മാറിയിട്ടുണ്ട്. അന്നത്തെ കോൺഗ്രസ്, അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പോലുള്ള വലിയ മഹാത്മാർ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ വിദർഭയുടെ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ കേശവ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് അന്ന് ഉപ്പ് സത്യാഗ്രഹം പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്ന് മധ്യഭാരതത്തിലൊക്കെ ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് വനത്തിൽ, അന്ന് ഉപ്പ് സത്യാഗ്രഹം അവിടെ നടത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വനത്തിൽ കയറി കാട് വെട്ടിയിട്ട് പ്രതിഷേധിക്കും. അങ്ങനെ ഡോക്ടർ ജി കൂട്ടരെ വനത്തിൽ ബാക്കി എല്ലാവർക്കും 4 മാസം കിട്ടുമ്പോൾ 8 മാസം കിട്ടും. അങ്ങനെ വന്നപ്പോൾ സമയത്ത് 8 മാസം കിട്ടുമ്പോൾ അദ്ദേഹം അന്നത്തെ സർക്കാർ മന്ത്രി താൽക്കാലികമായിട്ട് മറ്റൊരാൾക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് അന്ന് ഈ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായിട്ടുള്ള മോത്തിലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നത്. അപ്പൊ അങ്ങനെയുള്ള ചരിത്രമൊന്നും ഇപ്പോഴത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ അറിയത്തില്ല. ഇവര് പറയുന്നത് ഡോക്ടർ ജി ആരാണ്, ഡോക്ടർ ജി ശാന്തി സമിതിയിൽ പങ്കെടുത്തിട്ടുണ്ടോ, ഡോക്ടർ ജി എന്താണെന്നൊക്കെ. ഇവരെ ഇവിടെ ഈ കേരളത്തെ മറ്റൊരു രാജ്യമാക്കി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇവിടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിന്റെ അപ്പുറത്ത് വിവാദമായി. അത് മലപ്പുറത്ത് പ്രതിമ സ്ഥാപിക്കാൻ പറ്റും. ഇങ്ങനെ ഈ കേരളത്തെ മറ്റൊരു തലത്തിൽ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം തന്നെ എമ്പുരാൻ സിനിമ, ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഇവരെല്ലാം അതിനെ അനുകൂലിക്കുന്നു. അതിന് മുമ്പ് കുറച്ച് സിനിമ അവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. കേരള സ്റ്റോറി എന്ന സിനിമ ഇവിടെ ഇറങ്ങി. എന്തായിരുന്നു കേരള സ്റ്റോറി എന്ന സിനിമയുടെ ചരിത്രം? കേരള സ്റ്റോറി എന്ന സിനിമയിൽ ആദ്യം കാണിക്കുന്ന ഒരു ജഡ്ജിയുടെ വിധിയാണ് കാണിക്കുന്നത്. ആ ജഡ്ജി വിധിന്യായത്തിൽ പറയുന്നു, അത് സംഭവം നടന്ന സംഭവമാണ്. കാരണം ഈ തിരുവനന്തപുരത്തും ചില മേഖലകളിലായിട്ട് കുറച്ച് കുട്ടികളെ മതം മാറ്റുകയും അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്, മതം മാറിയ കേസുണ്ട്. അപ്പൊ ആ മതം മാറിയ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ രക്ഷകർത്താക്കൾ കോടതിയിൽ കേസ് കൊടുക്കുകയും ആ കോടതിയിൽ ആ കേസ് വരുന്ന സമയത്ത് ആ ജഡ്ജി പറയുന്നു, കേരളത്തിൽ മതം മാറ്റം നടക്കുന്നുണ്ട്, കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, അതുപോലെ 4000-ൽ പരം പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഈ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 4000-ൽ പരം പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് കാണാതായിട്ടുണ്ട് എന്ന് വിധിന്യായം പറയുന്ന ജഡ്ജി. അപ്പൊ അതിനോട് ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു കേരള സ്റ്റോറി. അപ്പൊ ആ സ്റ്റോറി അത് ഇവിടെ ഇറങ്ങാൻ സമയത്ത് ഇവര് ദേശീയവാദ സിനിമ, ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഇവർ അതിന് കേരളത്തിൽ ഓടാൻ സമ്മതിക്കത്തില്ല. ദേശീയവാദ പ്രവർത്തനങ്ങളെ എല്ലാവർക്കും എതിർപ്പും അല്ലാതുള്ള ഇതുപോലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ഇവർ അനുകൂലമായിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവരിപ്പോ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ഇവര് പറയുന്ന പറഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, പത്ര സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ. ഇവരുടെ നേതാക്കന്മാരായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയത്ത് ഇവിടെ ഓർഗനൈസർ പോലുള്ള പത്രങ്ങൾ നിരോധിച്ചിരുന്നു. എന്തിനാണ് നിരോധിച്ചിരുന്നത്? ഓർഗനൈസർ പോലുള്ള പത്രങ്ങളിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അഴിമതിയെ കുറിച്ചും ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസിന്റെ നിരുത്തരവാദമായ അതുപോലെ ഈ കോമൺവെൽത്ത് ബ്രിട്ടീഷുകാർക്ക് അടിമയായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഓർഗനൈസർ പോലുള്ള പത്രങ്ങൾ എഴുതിയപ്പോൾ ആ പത്രങ്ങളെ അവർ നിരോധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരോധനങ്ങൾ. അതുപോലെ രാജീവ് ഗാന്ധി എന്താ ചെയ്യുന്നത്? രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്ന സമയത്താണ് ഷഹബാനു ബീഗം കേസ്. മുസ്ലിം സ്ത്രീകൾക്ക് അന്ന് ഈ ഷഹബാനു ബീഗത്തിന് 3 പ്രാവശ്യം തലാഖ് ചൊല്ലി മുത്തലാഖ് ചൊല്ലി ഇറക്കി വിടുന്ന സമയത്ത് അവർക്ക് ജീവനാംശം ഭർത്താവുമായിട്ടുള്ള കേസ് നടക്കുന്നത് കോടതി ഈ ഷഹബാനു അനുകൂലമായിട്ട് വിധി കൊടുക്കും. അപ്പൊ മുസ്ലിം നിയമത്തിൽ അങ്ങനെ സംവിധാനമില്ല. മുത്തലാഖ്